Price elasticity of demand, degrees of price elasticity of demand. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും നമ്മൾ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഈ കമ്മോഡിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ്, കൺസ്യൂമറിൻ്റെ ഇൻകം, ഇതൊക്കെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എത്രമാത്രമാണ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്, വാട്ട് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ച് ഇൻ എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ്, അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ടൈപ്സിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ ക്ലാസിഫൈ ചെയ്യാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എത്രമാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതുപോലെ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എത്രമാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ കാണുന്നത്. റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രമാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ കാണിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ എത്ര ചേഞ്ചാണ് വരുന്നത്, ഇതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ കാണിക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്തത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. പക്ഷേ അവിടെ എത്ര മാത്രമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നതെന്നോ കുറയുന്നതെന്നോ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വഴി കാണിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ പറയാം: percentage change in quantity demanded divided by percentage change in price. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു ഐസ്ക്രീം കോണിൻ്റെ പ്രൈസ് ഇപ്പോൾ ഉള്ളതിൽ നിന്നും 10% കൂടിയെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വാങ്ങിയ ഐസ്ക്രീം കോണിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ 20% കുറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമല്ലോ. ഇത് രണ്ടും തന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർമുല നമുക്കറിയാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 20% ഡിവൈഡഡ് ബൈ 10%, വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇതെന്താണ് കാണിക്കുന്നത്? ഐസ്ക്രീം കോണിൻ്റെ പ്രൈസ് 10% കൂടിയപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 20% കുറഞ്ഞു. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ചേഞ്ച് പ്രൈസിന് വന്ന ചേഞ്ചിൻ്റെ ഇരട്ടിയാണ്. അതാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2ന് പകരം 1 ആയിരുന്നു കിട്ടിയതെങ്കിൽ നമ്മളതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? പ്രൈസിലുണ്ടാകുന്ന അതേ പ്രപ്പോർഷനിൽ തന്നെയാണ് ഡിമാൻഡിലും ചേഞ്ച് വന്നത്, അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി 3 ആണ് കിട്ടിയിരുന്നെങ്കിലോ, പ്രൈസിൽ വന്ന ചേഞ്ചസിനെക്കാട്ടിലും 3 ടൈംസ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ചേഞ്ച്. ഇനിയിപ്പോൾ 4 ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടിയിരുന്നെങ്കിലോ, പ്രൈസിൽ വന്ന ചേഞ്ചിനെക്കാട്ടിലും 4 ടൈംസ് കൂടുതലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ചേഞ്ച്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എത്രയും കൂടുതലാണോ അത് കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഷോസ് എ ഗ്രേറ്റർ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ചേഞ്ച് ഇൻ പ്രൈസിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡിന് ഒരു ഗ്രേറ്റർ റെസ്പോൺസ് ആണ് അവിടെ ഉള്ളത്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതുപോലെ പ്രൈസ് ചേഞ്ചിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ റെസ്പോൺസ് ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാൽ അതുപോലെ കുറയുകയും ചെയ്യാം, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ 5 ആയിട്ട് തിരിക്കാം. So based on the responsiveness of quantity demand to change in the price of the commodity, price elasticity can be classified into 5. First one, perfectly inelastic demand, relatively inelastic demand, unitary elastic demand, relatively elastic demand and perfectly elastic demand. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് കൊടുക്കുന്ന നൊട്ടേഷനാണ് ED എന്ന് പറയുന്നത്.
സോ ഇവിടെ ഈ കേസിൽ ED ഈസ് ഈക്വൽ ടു 0. അതായത് പ്രൈസിൽ എത്ര ചേഞ്ച് വന്നാലും, പ്രൈസ് കൂടുകയാവട്ടെ കുറയുകയാവട്ടെ, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതേ ഇല്ല. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. പ്രൈസ് കൂടിയാലും മാറില്ല, പ്രൈസ് കുറഞ്ഞാലും മാറില്ല. അങ്ങനെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ടാണ് അതിനെ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇതൊന്നുകൂടെ ക്ലിയർ ആക്കാം. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ് ആക്സിസിലും അതുപോലെ പ്രൈസ് ചേഞ്ചസ് വൈ ആക്സിസിലും കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. OP ലെവൽ ഓഫ് പ്രൈസസിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി OQ ലെവലാണ്. OP പ്രൈസസിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് OQ ആണ്. ഇനിയിപ്പോൾ അസ്യൂം ചെയ്യുക പ്രൈസ് ലെവൽ P1 ആയിട്ട് കൂടി, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രൈസ് ലെവൽ P1 ആയിട്ട് കൂടിയിട്ടും അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സാധാരണ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കേസ്, പ്രൈസ് ലെവൽ P2ലേക്ക് കുറഞ്ഞു, അപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതായത് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. ഇങ്ങനെയുള്ള കേസാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ലൈഫ് സേവിങ് ഡ്രഗ്സ് അല്ലെങ്കിൽ നമുക്ക് ക്ലോസർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ലാത്ത മെഡിസിൻസ്, അതിൻ്റെ പ്രൈസ് കൂടിയാലും നമുക്കിപ്പോൾ ആ ഒരു മെഡിസിൻ അത്യാവശ്യമാണെങ്കിൽ അത് വാങ്ങിയേ പറ്റുള്ളൂ. പ്രൈസ് കൂടിക്കഴിഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസമൊന്നും വരില്ല. അടുത്തത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് ഒരു ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 3% ഇൻക്രീസ് പ്രൈസ് ലെവലിൽ വരുവാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരിക്കലും 3% ചേഞ്ചോ അതിൽ കൂടുതലോ വരില്ല, പക്ഷേ അതിന് കുറവാണ് അവിടെ വരുന്നത്. 3% താഴെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. ഈ ഒരു കർവ് കറക്റ്റ് സ്ലോപ്പിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ഈ ഡയഗ്രത്തിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, വൈ ആക്സിസിൽ കാണിക്കുന്നത് പ്രൈസിൻ്റെ ചേഞ്ചാണ്. ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ ഇങ്ങനെയാണ്. പ്രൈസ് ലെവൽ 5 rupees ആയിരുന്നപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി 6 units ആണ്. 5 rupees ആയിരുന്നപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്തത് 6 units ആണ്. ഇനിയിപ്പോൾ പ്രൈസ് ലെവൽ 5ൽ നിന്നും 10 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 6 unitsൽ നിന്നും 3 unitsലേക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസിനെക്കാട്ടിലും ഇവിടെ കുറവാണ്. ദാറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ലെസ് ദാൻ ദ പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, വൈ ആക്സിസിൽ നിങ്ങൾ കാണിക്കുന്ന പ്രൈസ് ചേഞ്ചസ് കൂടുതലായിട്ടും എക്സ് ആക്സിസിൽ നിങ്ങൾ കാണിക്കുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ചസ് അതിലും കുറവായിട്ടും കാണിക്കുക. അതിനുശേഷം പോയിൻറ്റ്സ് എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കറക്റ്റ് സ്ലോപ്പിലുള്ള റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് കിട്ടും. നെക്സ്റ്റ് ഇസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ പ്രൈസിൽ വരുന്ന ചേഞ്ചും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചും ഒരേ പ്രപ്പോർഷനാണ്. അതായത് പ്രൈസ് ലെവലിൽ 3% ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ഫോള് 3% തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പ്രൈസ് ലെവലിൽ 5% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിലും വരുന്ന ചേഞ്ച് 5% തന്നെയാണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ ഒരു കേസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ദ പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. സോ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് ക്ലിയർ ആക്കാം. താഴെ കാണിച്ചേക്കുന്ന ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ കാണിക്കുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിൽ കാണിച്ചേക്കുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് ലെവലുമാണ്. നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 7 rupees ആയിരുന്നപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 units ആണ്. 7 രൂപയ്ക്ക് 15 units ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പ്രൈസ് ലെവലിൽ ഒരു ചേഞ്ച് വന്നു. അതായത് 7 രൂപയിൽ നിന്ന് 10 രൂപയായിട്ട് അവിടെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ ഫോൾ ചെയ്തതായിട്ട് നമുക്ക് കാണാം. 15 unitsൽ നിന്ന് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 10 units ആയിട്ട് അവിടെ കുറഞ്ഞു. അതായത് പ്രൈസ് ലെവലിൽ വന്ന ചേഞ്ചിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ഫോൾ എന്ന് പറയുന്നത്.
റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാം. കാരണം നമുക്കറിയാം ഇതിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവലിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസിൽ നിങ്ങൾ വരയ്ക്കുന്ന ചേഞ്ച് കൂടുതലായിട്ട് വരയ്ക്കുക, വൈ ആക്സിസിൽ അതിനേക്കാട്ടിലും കുറച്ച് കാണിക്കുക. അതിനുശേഷം എ പോയിൻറ്റും ബി പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് കിട്ടും. നെക്സ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ ഒരു കേസിൽ പ്രൈസ് ലെവലിൽ ചേഞ്ചസ് വന്നില്ല എങ്കിൽ പോലും, അതായത് പ്രൈസ് ലെവൽ ഗിവൺ ആണെങ്കിൽ പോലും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് വിൽ കീപ്പ് ഓൺ ഇൻക്രീസിങ്. അതായത് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വരുന്ന ചേഞ്ച് ഇൻഫിനിറ്റ് ആണ്. സോ ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ ലക്ഷറി പ്രോഡക്ട്സ് ആയിട്ടുള്ള ജുവൽസും ഗോൾഡും ഒക്കെ ഇതിൽ വരും. ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന ഇനീഷ്യൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. ഈ 10 റുപ്പീസിൽ നമ്മൾ ആദ്യം ഡിമാൻഡ് ചെയ്തിരുന്നത് 10 യൂണിറ്റ്സ് ആണ്. ഇനി ആ ഒരു ഗിവൺ പ്രൈസിൽ തന്നെ, അതായത് പ്രൈസ് ലെവലിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യം ഉണ്ടായിരുന്ന 10, പിന്നീട് 15 യൂണിറ്റ്സ് ആയിട്ടും പിന്നീട് അങ്ങനെ 20, 25 ആ ഒരു രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോവും. ഇവിടെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും ഇല്ല, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ കീപ്പ് ഓൺ ഇൻക്രീസിങ്.